നമസ്കാരം. പലരും എന്നോട് ചോദിക്കാറുണ്ട് എവിടെയാണ് സേഫ് ആയിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. കാരണം ഇന്ന് മാർക്കറ്റിൽ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്. കാരണം റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഷെയർ മാർക്കറ്റ് ഉണ്ട്, ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ആണ്. ഞാനൊരു ഫിനാൻഷ്യൽ പിരമിഡ് വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഫിനാൻഷ്യൽ പിരമിഡിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ഹൈ റിസ്ക് പോർട്ട്ഫോളിയോ. ഹൈ റിസ്ക് പോർട്ട്ഫോളിയോയുടെ പ്രത്യേകത, നല്ല മാർക്കറ്റിൽ ചിലപ്പോൾ ഹൈ റിസ്കിൽ ഹൈ റിട്ടേൺ നമുക്ക് കിട്ടും. അതേപോലെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തത് ഡിപ്പ് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരിക്കലും ഇതിന്റെ ക്യാപിറ്റലിന് പ്രൊട്ടക്ഷൻ ഇല്ല, റിട്ടേണും പ്രൊട്ടക്ഷൻ ഇല്ല, ഗ്യാരണ്ടി ഇല്ല. അതേപോലെ നമ്മളൊരു കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവശ്യത്തിനോ അല്ല നമ്മളുടെ ഭാവിയിലെ ഒരു പെൻഷൻ പോലത്തെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിനോ ഒരിക്കലും ഇത്തരം ഓപ്ഷൻസ് നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മക്കളുടെ വിവാഹം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ അല്ല നമ്മളൊരു പെൻഷൻ, ഷുവർ ഇവന്റ്സ് ആണ് അതൊക്കെ. ആ ആവശ്യത്തിന് നമ്മൾ പെട്ടെന്ന് പൈസ എടുക്കാൻ നോക്കുമ്പോൾ അന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഒരിക്കലും അത്തരം ഷുവർ ഇവന്റ്സിന് ഇത്തരം ഹൈ റിസ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല. പിന്നെ വരുന്നത് എന്താണ്? മീഡിയം റിസ്ക് പോർട്ട്ഫോളിയോ ആണ്. മീഡിയം റിസ്കിൽ വരുന്നതാണ് ബാങ്ക്, SIP, പോസ്റ്റ് ഓഫീസ് ഒക്കെ. ഇതിന് ഒരു 50% ക്യാപിറ്റലിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അടുത്തതായിട്ടാണ് സേഫ് പോർട്ട്ഫോളിയോ. സേഫ് പോർട്ട്ഫോളിയോയിൽ വരുന്നത് എന്താണ്? ഗവൺമെന്റ് ബോൺസ്, PPF, LIC ആനുറ്റീസ്, LIC പ്രൊഡക്ട്സ്, ഇതൊക്കെ സേഫസ്റ്റ് പോർട്ട്ഫോളിയോ ആണ്. ഇതിന്റെ പ്രത്യേകത 100% ഗ്യാരണ്ടി ആണ്. റിട്ടേണും ക്യാപിറ്റലിനും ഗ്യാരണ്ടിയാണ്. ഗവൺമെന്റ് ബാക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ കുട്ടിയുടെ ഹയർ സ്റ്റഡീസിന് അല്ല കുട്ടിയുടെ മാരേജിന് അല്ല നമ്മുടെ ഒരു ലാസ്റ്റ് ടൈമുള്ള ഒരു പെൻഷൻ, ഇത്തരം സംഭവത്തിനൊക്കെ ഇത്തരം ഗ്യാരണ്ടി കളികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി. ഇനി ഞാൻ പറയട്ടെ, ഈ 3 പോർട്ട്ഫോളിയോയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഹൈ റിസ്കിലും മീഡിയം റിസ്കിലും സേഫ് പോർട്ട്ഫോളിയോയിലും ഈ 3നും 33 വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാം, എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക്